ചാലക്കുടി സാരഥി തിയേറ്റേഴ്സിന്റെ മറ്റേന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനൗൺസ് ചെയ്തത് ചരിത്രത്തിലാദ്യമായി ഒരു വനിത സഹസംവിധാനം ചെയ്യുന്ന നാടകം. തിലകന്റെ മകൾ ഷമ്മി തിലകൻ സഹസംവിധാനം നിർവഹിച്ചിരിക്കുന്ന തിലകന്റെ മകൾ ഷമ്മി തിലകൻ എന്ന് പറഞ്ഞപ്പോ എന്റെ ആ മൂച്ചുപിടുത്തം എല്ലാം അങ്ങ് പോയി. അന്ന് എനിക്ക് എന്റെ പേരിനോട് ഭയങ്കര ദേഷ്യം തോന്നിയ ഒരു ദിവസം. ചേട്ടാ ഇങ്ങനെ സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് മറ്റേ ആള് പറഞ്ഞത്. ചേട്ടന്റെ ക്യാരക്ടറിന്റെ പേര് ഊക്കൻ ടിൻഡു എന്നാണ്. ഞാൻ പറഞ്ഞത് എന്താണ് ഊക്കൻ ടിൻഡു? ഊക്കൻ ടിൻഡു നീ വളർന്ന് അപ്പൊ നീ ആ സുരാജിനെ എങ്ങനെ വിളിച്ചേ? അവന്റെ മോളിൽ സ്കൂളിൽ ഞാൻ പഠിച്ചത് കുഴിക്കാട് സ്കൂളിൽ. അവിടെ ഒരു 2 ഷമ്മി ഉണ്ടായിരുന്നു. ഈ പെണ്ണിന്റെ പേര് വിളിക്കുമ്പോൾ ഞാൻ 100% പറയും, മറ്റത് അങ്ങനെയൊക്കെ പറയും. അതൊക്കെ ആ സമയത്ത് എന്റെ അച്ഛനോട് എനിക്ക് ഭയങ്കര ദേഷ്യമാണ്. പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കാൻ ഉയരങ്ങളിലുള്ള സഹതാരങ്ങൾ ഉണ്ടാവുമ്പോൾ നമുക്ക് അവസരങ്ങൾ നഷ്ടപ്പെടും എന്നുള്ളത് തന്നെയാണോ അതിന് ശരി? ഞാനതിന് നല്ല ജീവിക്കുന്ന ഉദാഹരണമല്ലേ. വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് ചേട്ടാ ഭയങ്കര വിഷമമാണ്. ഞാൻ പറഞ്ഞു, നീ ഒരു അക്ഷരം വേണ്ടി നീ എൻ്റെ ഫോൺ നമ്പറിൽ വിളിച്ചെന്ന് പോലും അറിയണ്ട. എൻ്റെ ഫേസ്ബുക്കിൽ ഞാനെന്തെങ്കിലും ഒരു പോസ്റ്റ് ഇട്ടാൽ ലൈക്ക് ഇടുകയോ ഒന്നും ചെയ്യരുത് എന്നാ ഞാൻ പറഞ്ഞിട്ടുള്ളത്. കാര്യം അത് അവർ ടാർഗറ്റ് ചെയ്യും. നിങ്ങളെല്ലാവരും ഇപ്പോഴും പലരും തിലകൻ എന്നുള്ള രീതിയിൽ എന്നെ വാഴ്ത്തുന്നുണ്ടെങ്കിൽ കൂടിയും എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഉള്ളിലെ ആഗ്രഹമാണ്, അല്ലാതെ എൻ്റെ പെർഫോമൻസിൽ ഞാൻ തിലകനെ അങ്ങ് അതേപടി പകർത്തി വെച്ചിരിക്കുന്നുണ്ടല്ല. എന്നെ എൻ്റെ മകനടക്കം എൻ്റെ ഭാര്യയടക്കം എത്രയോ പ്രാവശ്യം നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഇരിക്കുന്നത്, നിങ്ങൾ കുറച്ച് ഞാൻ വെറുതെ ഇരിക്കുകയല്ല, ഞാൻ പഠിക്കുകയാണ് ഓരോ കാര്യം. പൊതുവേദികളിലോ ക്ഷമിച്ചേട്ടനെ കാണുന്നത് വളരെ കുറവാണ്. അപ്പൊ അല്ല വിളിക്കാത്തത് കൊണ്ടും കൂടെ അങ്ങനെ ഒരു കാരണം കൂടി ഉണ്ടോ? ഉണ്ട്. ചോദ്യത്തിന് ഞാൻ അങ്ങനെ സ്കിപ്പ് ചെയ്ത് പോകുന്നത് ശരിയല്ല എന്നുള്ളൊരു തോന്നലുള്ളതുകൊണ്ട് പറയാം. ഈ പറഞ്ഞ പോലെ വീഡിയോ ചിത്രീകരിച്ചു എന്ന് പറഞ്ഞു, ഞാൻ അങ്ങനെ ഒരു വീഡിയോ അല്ല ചിത്രീകരിച്ചു സത്യം തന്നെയാണ്. ഞാൻ അന്നേ പറഞ്ഞാണ് ഞാൻ ചിത്രീകരിച്ചിട്ടുണ്ട്. അപ്പൊ അവർക്ക് അതിനെ ഖണ്ഡിക്കാനായിട്ട് പല 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 കാര്യങ്ങളുണ്ട്. കാര്യം അവര് സുപ്രീം കോടതിയിൽ പോലും പോയി നിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്ന ആൾക്കാരാണ്. അവർക്ക് മുമ്പ് ഷമ്മി തിലകൻ വെറും പുഴുവാണ്. താഴ്വാരമടക്കം ഒടിയനടക്കം മോഹൻലാൽ പറഞ്ഞിട്ട് ചെയ്യും, അല്ല ഞാൻ ചെയ്യില്ല. വർഷങ്ങൾക്കും ഇപ്പുറം ഒരു സിനിമയിലെ ഡയലോഗ് അതിൽ അഭിനയിക്കാത്തൊരു നടന്റെ പേരിൽ ആഘോഷമാക്കുന്നുണ്ടെങ്കിൽ ആ നടനും ആ നടന്റെ വേഷപ്പകർച്ചയും അത്രത്തോളം ജനസ്വീകാര്യത കിട്ടിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അതെ, ഷമ്മി ഹീറോയാണ്. ഒപ്പം ഭാസ്കരൻ മാഷു. നമസ്കാരം. 150-ലേറെ ചിത്രങ്ങൾ, അതിൽ ജനഹൃദയങ്ങളിൽ ഏറ്റെടുത്ത അല്ലെങ്കിൽ ഇപ്പോഴും ഓർക്കുന്ന ക്ഷമിച്ചതിൻ്റെ ക്യാരക്ടർ പറയുമ്പോൾ കുറേ അധികമുണ്ട്. ഇപ്പോൾ പ്രജയിലെ ബലരാമനാണെന്നുണ്ടെങ്കിലും, അല്ലെന്നുണ്ടെങ്കിൽ കസ്തൂരിമാനിലെ രാജേന്ദ്രനാണെന്നുണ്ടെങ്കിലും, പാപ്പലിരിട്ട് ചാക്കോ ആണെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരുപാട് സ്വീകാര്യത കിട്ടിയ ക്യാരക്ടർ ഉണ്ട്. ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഏറ്റവും ഒടുവിൽ വിലായത്ത് ബുദ്ധയിലെ ഭാസ്കരൻ മാഷ്, ഷമ്മി എന്ന നടൻ എത്രത്തോളം സ്ഥാനം കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം വലിപ്പമുണ്ട് ആ ക്യാരക്ടർ? ഞാൻ പറയില്ല, എൻ്റെ കരിയറിൽ എൻ്റെ ഇത്രയും നാളത്തെ എൻ്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും ഒരു മനോഹരമായ ക്യാരക്ടറാണ് തന്നെയാണ്. എനിക്കത് അതിനൊത്തിരി അതിൻ്റെ റൈറ്റർ ഇന്ദുഗോപനോടും അത് പിക്ചറൈസ് ചെയ്ത ജയൻ നമ്പ്യാരോടും എനിക്ക് അത്യധികം നന്ദിയുണ്ട് എന്നെ അതിലേക്ക് വിളിച്ചതിൽ. അതിലുപരി അതിന് എന്നിലേക്ക് എത്താനായിട്ട് സഹായിച്ച രാജുവിനോട്. ഓക്കെ, ഇതിൽ ക്ഷമിച്ചേട്ടൻ പറയുന്നൊരു കാര്യമുണ്ട്. രാജു അതായത് എൻ്റെ ക്യാരക്ടർ അത്രത്തോളം ഡോമിനേറ്റ് ചെയ്തിട്ട് പോലും രാജു അതിന് തയ്യാറായതുകൊണ്ട് കൂടിയാണ് കഥാപാത്രം ഭംഗിയായിട്ട് ചെയ്യുന്നത്. ഇത് എത്രത്തോളം നടന്മാരെ അതിന് തയ്യാറാവുന്നു എന്നുള്ളൊരു ചോദിച്ചിനപ്പോഴും അവിടെ ബാക്കിയാണെന്നുള്ളത്. ഈ പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കാൻ ഉയരങ്ങളിലുള്ള സഹതാരങ്ങൾ ഉണ്ടാവുമ്പോൾ നമുക്ക് അവസരങ്ങൾ നഷ്ടപ്പെടും എന്നുള്ളത് തന്നെയാണോ അതിന് ശരി? ഞാനതിന് നല്ല ജീവിക്കുന്ന ഉദാഹരണമല്ലേ. തീർച്ചയായിട്ടും സംഭവിച്ചിട്ടുണ്ട്, അങ്ങനെ ഉണ്ട്, വളരെയധികം സംഭവിച്ചു. എനിക്കതിനകത്ത് വിഷമമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അങ്ങനെ ഒരു രീതിയിലൊരു വലിയ സിനിമാ താരമാകണം എന്ന ആഗ്രഹത്തിലൊന്നും ഉള്ള ഒരു വ്യക്തിയല്ല. എനിക്ക് എൻ്റെ ഒരു പ്രാഥമിക ഉദ്ദേശം എന്തായാലും ഒരു കൃത്യമായ വാക്ക് പറയുന്നത്, എൻ്റെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു വലിയ നടനായി മറ്റേ സൂപ്പർ സ്റ്റാറിലായി അങ്ങനത്തെ ഒരു ആഗ്രഹവും എനിക്കില്ല. ഒരു പക്ഷെ എൻ്റെ മകന് പിന്നെയും കാണും, എനിക്കില്ല. എൻ്റെ അച്ഛനും ഇല്ലായിരുന്നു. താരമൂല്യത്തിലോട്ടുള്ള ഒരു അങ്ങനെ കുതിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. ഞാൻ അങ്ങനെ എന്നെ ഒരു സെൽഫ് മാർക്കറ്റിങ്ങിനോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾക്കും ഞാൻ പോകാറില്ല. ഈവൻ ഒരു ഫങ്ഷൻ അങ്ങനെ എനിക്കത് ഞാനൊരു സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു വ്യക്തിയെ നിങ്ങൾക്ക് ജീവിതത്തിൽ വേറെ ഒരു നടനെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. എൻ്റെ മകനടക്കം എൻ്റെ ഭാര്യയടക്കം എത്രയോ പ്രാവശ്യം നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഇരിക്കുന്നത്, നിങ്ങൾ കുറച്ച് ഞാൻ വെറുതെ ഇരിക്കുകയല്ല, ഞാൻ പഠിക്കുകയാണ് ഓരോ കാര്യം.
പക്ഷേ ഈ പലപ്പോഴും ഈ സിനിമകളുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ പൊതുവേദികളിലോ ഷമിച്ചേട്ടനെ കാണുന്നത് വളരെ കുറവാണ്. അപ്പോൾ അല്ല, വിളിക്കാത്തത് കൊണ്ടും കൂടെ അങ്ങനെ ഒരു കാരണം കൂടി ഉണ്ടോ? ഉണ്ട്. പക്ഷെ പലപ്പോഴും എന്നുള്ള രീതിയിലേക്ക് നമ്മളിലെ നടനെ ഭയങ്കരമായിട്ട് നമ്മൾ പ്രൂവ് ചെയ്യുമ്പോഴും നമ്മളിത് PR-കളുടെ കാലഘട്ടം കൂടിയാണ്. നമ്മളിത് സെൽഫ് മാർക്കറ്റ് ചെയ്യേണ്ടതുണ്ട്. മറ്റുള്ള ഏജന്റുകളുമായി ബന്ധപ്പെട്ട് നമ്മളിലെ നടനെ ഇവിടെ ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന നവമാധ്യമങ്ങളോടെ തന്നെ വരുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ ഇതിന്റെ ഒരു ആവശ്യത ഉണ്ടെന്ന് തോന്നിയിട്ടില്ലേ? ഒരു സെൽഫ് മാർക്കറ്റ് ഞാൻ പറഞ്ഞില്ലേ, എന്റെ അൾട്ടിമേറ്റ് എന്തിനാണ് നമ്മൾ ഈ PR-ന് വെക്കുക, മറ്റേ വെക്കും, മാനേജർ വെക്കും, മറ്റേതൊക്കെ എന്തിനാണ്? നമുക്ക് അങ്ങനെ ഒരു അങ്ങനെ രീതിയിലൊരു അച്ചീവ്മെന്റ് നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമല്ലേ ഉള്ളൂ. എനിക്കില്ല അങ്ങനത്തെ ഒരു സംഭവം. അതുകൊണ്ടാണ് പലയിടത്തും നമുക്ക് എന്താണ് നമ്മൾ അങ്ങനെ വലിയ ഒറ്റ ലെവൽ. കാരണം ഞാൻ പറയല്ലേ, ഞാൻ ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ ജാട നിങ്ങൾ തരുന്നുണ്ട് എനിക്ക്. പിന്നെ ഞാൻ എന്തിനാണ് പിന്നെ കൊണ്ട് നിങ്ങളുടെ പിന്നെ ജാട കാണിക്കേണ്ട കാര്യമുണ്ടോ? കാണിക്കേണ്ട കാര്യമില്ല. എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ഇത്രയൊന്നും ആഗ്രഹിക്കുന്നില്ല. എനിക്ക് എൻ്റെ ഏറ്റവും വലിയ നഷ്ടം തന്നെ ഈ പറയുന്ന ഈ ഒരു പോപ്പുലാരിറ്റി, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു ഇങ്ങനെ ഒരു നടൻ എന്നുള്ള ഞാൻ പറയില്ലേ, ഞാൻ വളരെ ഇതായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് അങ്ങനെ വലിയ പബ്ലിക്കിന്റെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞ എനിക്ക് ഇപ്പൊ പോലെ എൻ്റെ ഒരു ഇരിപ്പ് തന്നെ ഞാൻ വളരെ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. പിന്നെ ഞാൻ അഭിനയിക്കുന്നത് ഇത് താല്പര്യമില്ല. അത് തന്നെയാണ് കൃത്യമായിട്ടൊരു ബാരിയർ, ഒരു ചട്ടക്കൂട് ഉണ്ട്. പലപ്പോഴും എന്നുള്ള രീതിയിലേക്ക് മുമ്പാണെങ്കിൽ ക്ഷമിച്ചേട്ടൻ വേഷങ്ങളിൽ ഈ താരതമ്യം കൃത്യമായിട്ട് ഒരുപാട് വന്നിട്ടില്ല. എനിക്കൊന്നും ഇതിന്റെ ട്രെയിലർ വന്ന സമയത്താണെങ്കിൽ പോലും കുറച്ചൊരു നര വന്ന സമയത്ത് ഇന്ത്യൻ റുപ്പിയിലെ തെലിൻ സാറായിട്ട് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്തിട്ട് പറയേണ്ടിരുന്നു. രാജു പറഞ്ഞല്ലോ, ആ നര എന്ന് പറയുന്നത് അത് ആ രീതിയിൽ അവർ ക്രിയേറ്റ് ചെയ്തെടുത്തതാണ്. ഞാൻ അതോട് ചേർത്ത് ചോദിച്ചോട്ടെ, ഈ പലപ്പോഴും ഷമിച്ചേട്ടനിൽ 150-ലേറെ ചിത്രങ്ങളായി, ഇത്രയധികം വേഷപ്പകർച്ചകൾ ചെയ്തു, എങ്കിൽ പോലും മറ്റൊരു തിലകനെ നിർമ്മിക്കാൻ ബോധപൂർവമായിട്ടുള്ള ശ്രമം നടത്തിയിട്ടില്ല. മറ്റുള്ളവർക്ക് മറ്റൊരു തിലകനാണ് ഇവിടെ വേണ്ടെന്നുള്ള രീതിയിൽ അല്ലല്ല, ഈ കഥാപാത്രത്തിന്. ഓക്കെ, അപ്പൊ ഞാനിപ്പോ അതിന് ജസ്റ്റ് മുമ്പ് ചെയ്ത ഐഡന്റിറ്റി, അതിനകത്ത് എന്താ ഉള്ളത്? അത് അച്ഛനാണെന്ന് ആരും പറഞ്ഞില്ലല്ലോ. അതിനകത്തൊരു ചെറിയ ഈ ഒരു സംഭവം അല്ല, ആ ഒരു രീതിയേ അല്ല, ഇനി എൻ്റെ ഒരു രീതി പോലും അല്ല. ഞാൻ വെറും 10ാം ക്ലാസ് വരെ മാത്രം പഠിച്ചിട്ടുള്ള ഒരു ആളാണ്. അതിനകത്ത് പറഞ്ഞിട്ടുള്ള ഇംഗ്ലീഷ് ശ്രദ്ധിക്കുക. അപ്പം അവിടെ ഞാൻ അത് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് ആ ഡയറക്ടറുടെ താല്പര്യമാണ്. മനസ്സിലായില്ലേ? അദ്ദേഹം എന്നെ ഇരുന്ന് നമ്മൾ ഈ എഞ്ചുവടി പിള്ളേരെ പഠിപ്പിക്കത്തില്ലേ, അതുപോലെയാണ് ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിച്ചെടുത്തത്. അപ്പം അതുപോലെ ഈ പറയുന്ന എന്താണ് ജനഗണമന, അതിലത്ര അച്ഛൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരു പക്ഷെ അപ്പിയറൻസ് ചിലപ്പോൾ ഉണ്ടാകാം. അവരും അത് തന്നെയാണ് ആ വിഗ് വെച്ചതും ഒക്കെ. കാര്യം അവർക്കൊരു സീനിയർ ഒരു അഡ്വക്കേറ്റിന്റെ ഒരു അപ്പിയറൻസ് ആണ് വേണ്ടത്. അപ്പിയറൻസ് മാത്രം, പെർഫോമൻസ് അവരത് ആഗ്രഹിച്ചിട്ടില്ല. അതിൻ്റെ രീതിയാണത്. അപ്പൊ ഞാൻ അതാ നേരത്തെ പറഞ്ഞു, ഒരുത്തനെ തന്നെ നടിച്ചിരിക്കുന്ന സംഭവം പറഞ്ഞ അത്രേ ഉള്ളൂ. ഇതിന്റെ കാര്യത്തിൽ അവരുടെ ഉള്ളില്, അതായത് സംവിധായകന്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ പൃഥ്വിരാജിന്റെ ആയിക്കോട്ടെ, ഇവരുടെയൊക്കെ ഉള്ളില് തിലകൻ അങ്കിൾ അല്ലെങ്കിൽ തിലകൻ ചേട്ടൻ എന്നുള്ള താല്പര്യം ഉണ്ട്, ആഗ്രഹമൊക്കെ ഉണ്ട്. കാര്യം ആ ക്യാരക്ടറിനും ശരിയാണ്, അത് വായിച്ചു വരുമ്പോഴത്തേക്ക് നമുക്കും ഫീൽ ചെയ്യുന്ന ഒരു സംഭവമാണ്. അച്ഛനെ പോലെയുള്ള രൂപമാണ് അതിൽ നല്ലത്. ഇപ്പൊ ചാക്കോ മാഷ് എന്തുകൊണ്ടാണ് ആ ഭദ്രൻ എന്ന് പറയുന്ന ഡയറക്ടർ തിലകനെ തന്നെ വേണം എന്ന് പറഞ്ഞു നിന്നത്? ആ രൂപത്തിന് ചാക്കോ മാഷാണ് നല്ലത്, അല്ലേ? ഒരു കടുവ പറ്റില്ല. പിന്നെ പക്ഷെ ആ ചാക്കോ മാഷിന് പകരം ചിന്തിക്കാൻ പറ്റില്ല. കഴിയുന്ന സമയത്ത് ഭാസ്കർ മാഷിന് പകരം അതെന്തുകൊണ്ടാണ് തിലകൻ ഇപ്പോഴില്ലാത്തത് കൊണ്ടാണ്, ഇല്ലേ? തിലകനാണ് ആ ലുക്ക് ഇതിനകത്ത് വേണ്ടത്, അല്ലാതെ ഷമ്മി തിലകനെ അല്ല വേണ്ടത്. ഷമ്മിയെ അല്ല വേണ്ടത്. അപ്പൊ ആ തിലകനെ അവർക്ക് വേണം, അറ്റ്ലീസ്റ്റ് ലുക്കിലെങ്കിലും. ഒരു ആദ്യ ചിത്രത്തിൽ തന്നെ ഒരു വേഷം ചെയ്യുന്നു, ആ വേഷത്തിന് ഇത്രത്തോളം ജനസ്വീകാര്യത കിട്ടുന്നു. അപ്പൊ അതിനെങ്കിലും നോക്കിക്കൊണ്ടിരുന്ന ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു ശരിക്കും എനിക്ക് അഭിമന്യുവിന്റെ കാര്യത്തിൽ. അഭിമന്യുവിന്റെ കാര്യത്തിൽ എനിക്ക് അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ അല്ല. കാരണം അവൻ അത് ചെയ്യുകയാണെങ്കിൽ അത് സംഭവമാണ്. അവനത് ചെയ്തപ്പോൾ ഡബിങ്ങിനൊക്കെ ഞാൻ പോയി കുറച്ച് ഹെൽപ്പ് ചെയ്ത് കൊടുത്തു. ഡയലോഗ്സ് വളരെ കുറവാണല്ലോ അങ്ങനെയുള്ള സിനിമകളിൽ. അപ്പോൾ അത് ഉള്ളതിൻ്റെ അവർ ചെയ്തത് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഞാനത് കുറച്ചും കൂടി ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള അതിൻ്റെ കാര്യങ്ങളില്ല, ശാസ്ത്രീയമായിട്ട് അത് ചെയ്തപ്പോൾ ഡയറക്ടറും പറഞ്ഞു ബ്യൂട്ടിഫുൾ, ആ ഒരു രീതിയിലേക്ക് കുറച്ചും കൂടി ഞാനൊന്ന് പോയി ഹെൽപ്പ് ചെയ്ത് കൊടുത്തു. അവനൊന്നും ഞാൻ പറയുന്നത് ഡബ്ബിംഗ് തിയേറ്ററിൽ വന്നിട്ട് പോലുമില്ല. അപ്പോൾ അത് എല്ലാം കഴിഞ്ഞ് പടം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല വിശ്വാസമുണ്ടായിരുന്നു. ആൾക്കാരും അവനെ നമുക്ക് ചീത്തപ്പേരുണ്ടാവില്ല, അത് മാത്രമേ ഞാൻ നോക്കിയിട്ടില്ല. അല്ലാണ്ട് വലിയ അതൊക്കെ അവന്റെ കയ്യിലാണ്.
ഒരു ഒരു നെപ്പോക്കിഡ് അങ്ങനത്തെ ഒരു രീതിയിൽ ഒരു ആക്ടർ വന്നു കഴിഞ്ഞാൽ ഒരു പടമേ കിട്ടുള്ളൂ. അങ്ങനെ എൻട്രി മാത്രമേ ഇത് ഒരിക്കലും എൻ്റെ ഒരു അല്ലെങ്കിൽ അച്ഛൻ്റെ ഓക്കെ ആ ഒരു പറഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞ ആ ഒരു തോട്ടിൽ ഉണ്ടാകാം. അതല്ലാതെ അവന്റെ കഴിവുകൊണ്ട് തന്നെയാണ് അവൻ ആ പടത്തിൽ അത്രയും. അതല്ലാണ്ട് ഞാൻ പറഞ്ഞില്ല അവസാനം ഡബിങ്ങിൽ എല്ലാം കഴിഞ്ഞിട്ടൊരു ചെറിയ ഹെൽപ്പ് മാത്രമേ ഞാൻ പോയി ചെയ്തിട്ടുള്ളൂ. ഈ അവന്റെ എന്താണ് അങ്ങനെ എനിക്ക് ഉറപ്പായി ഓക്കെ അവൻ പഠിച്ചു പോയിക്കോളും. ഈ സിനിമയ്ക്ക് ശേഷമുള്ള ഇൻട്രാക്ഷനിൽ പ്രമോദ് വെളിയനാട് അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ ഈ വെളിച്ചം എത്ര തന്നെ മറച്ചു വെച്ചാലും പുറത്തു വരിക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ പോലെ ഷംഷീൻ്റെ ക്യാരക്ടറിനെ കുറിച്ചിട്ടും അതിൻ്റെ വലിപ്പത്തെക്കുറിച്ചും ബാധവരാതെ സംസാരിക്കുന്നുണ്ട്. അപ്പം ഷംഷീൻ്റെ അതിനെ തടുക്കുക ചെയ്യുന്നത് വെറുതെ അനാവശ്യമായിട്ട് എന്നെ വെറുതെ സപ്പോർട്ട് ചെയ്തിട്ട് ഉള്ള അവസരങ്ങൾ കളയണ്ട എന്നുള്ളത്. മുമ്പ് അത്തരത്തിൽ അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അല്ല അതെന്ന് പറയട്ടെ കാര്യം അത് ഞാൻ പറയാൻ കാരണം ഞാനത് ചുമ്മാ പറഞ്ഞതല്ല. ഓക്കെ, എന്നെ പലരും വിളിച്ച് ഇതുപോലെ ആ വിഷയം ഉണ്ടായിക്കൊള്ളുന്ന സമയത്ത് പല ടെക്നീഷ്യൻസ് ആയിക്കോട്ടെ എന്താണ് എനിക്ക് ഈ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള പലർക്കും ഈവൻ അതിനകത്ത് പല വണ്ടികൾ ഡ്രൈവർമാർ പോലും വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് ചേട്ടാ ഭയങ്കര വിഷമമുണ്ട്. ഞാൻ പറഞ്ഞു നീ ഒരു അക്ഷരം വേണ്ടി നീ എൻ്റെ ഫോൺ നമ്പറിൽ വിളിച്ചെന്ന് പോലും അറിയണ്ട, എൻ്റെ ഫേസ്ബുക്കിൽ ഞാനെന്തെങ്കിലും ഒരു പോസ്റ്റ് ഇട്ടാൽ ലൈക്ക് ഇടുകയോ ഒന്നും ചെയ്യരുത് എന്നാ ഞാൻ പറഞ്ഞിട്ടുള്ളത്. കാര്യം അത് അവർ ടാർഗറ്റ് ചെയ്യും. ആ ഭയം നിലനിൽക്കുന്നുണ്ടോ ശരിക്കും? അത്തരം അവസരങ്ങൾ നഷ്ടപ്പെടും അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർ കൂടി ഇത് ബാധിക്കുന്നു എന്നുള്ളൊരു ഭയം ഇപ്പോഴും നിലനിൽക്കുന്നു. എനിക്ക് എന്നെ ബാധിക്കുന്നതിൽ വിഷമമൊന്നുമില്ല. എന്നെ ഇഷ്ടപ്പെടുന്നവരല്ലേ എന്നെ ഒരു എന്താണ് എന്നോടൊരു താല്പര്യമുള്ള ആൾക്കാർക്കത് ബാധിക്കുന്നതിൽ എനിക്ക് വിഷമം. തെലുങ്ക് സാർ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് സ്വാഭാവികമായിട്ട് ഇതിന്റെ ബാധിച്ചുള്ളത് ഷംഷീറിന് കൂടിയാണ്. വേഷങ്ങളിലാണെങ്കിലും ബന്ധങ്ങളിലാണെന്നുണ്ടെങ്കിലും ശരിക്കും ഇത് തന്നെ എൻ്റെ മകനിലേക്കും ഇത് പകരുമെന്നൊരു പേടിയുണ്ടോ? ഉണ്ട് 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 അല്ല അതുകൊണ്ട് തന്നെ ഞാൻ അധികം പല കാര്യങ്ങളും ഉണ്ടായിരിക്കുന്നതിൻ്റെ കാര്യം അത് തന്നെയാണ്. ഉണ്ട് അത് അതിന്റെ സാധ്യതകൾ വളരെ കൂടുതലാണ് എന്നുള്ളതിനോട് തന്നെയാണ്. അത് നിങ്ങൾക്കറിയാലോ, ഉണ്ടാകുമല്ലോ. അതെന്നോട് ചോദിക്കേണ്ട കാര്യമുണ്ട്. എൻ്റെ വായിൽ നിന്ന് വരണം എന്ന ആഗ്രഹം അത് വേണോ? അതിൻ്റെ ആവശ്യമില്ല. ഇല്ല, ഈ അതുപോലും ചിലപ്പോൾ പ്രശ്നമാകാമല്ലോ. ആയേക്കാം. ഈ ഇപ്പൊ സംഘടനയിൽ തന്നെ അല്ലെ ഒരു തോക്ക് എപ്പോഴും പുറകിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന പോലെ ഇരിക്കേണ്ടി വരില്ലേ? ഞാൻ ഫ്രീ ആയിട്ട് ജീവിക്കട്ടെ. പലപ്പോഴും ഈ സംഘടനകളിൽ നിന്നുള്ള അല്ലെങ്കിൽ അമ്മയുടെ സംഘടന മാറി നിൽക്കുന്ന സമയത്ത് പലപ്പോഴും അതിൽ നിന്ന് വലിയ കാരണങ്ങളുള്ളവർ അതിനുള്ളിൽ നിൽക്കുകയും പലപ്പോഴും ഒരു വീഡിയോ ചിത്രീകരിച്ചതിൻ്റെ പേരിൽ ഒരു കാരണമാക്കിയിട്ട് പുറത്താവുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പലപ്പോഴും ഈ കാരണങ്ങൾക്ക് അപ്പുറം ഒരു ബന്ധങ്ങളും വ്യക്തി താല്പര്യങ്ങളാണ് ശരിക്കും ഇത്? അത് നിങ്ങൾക്കറിയാം, ഞാനതിനെക്കുറിച്ച് ഇപ്പോൾ പ്രതികരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഇല്ല, ഈ സംഘടനകളിൽ ഉണ്ടായ ഒരു മാറ്റം എന്തുകൊണ്ട് ആദ്യമായിട്ടൊരു അല്ല അതിനകത്ത് ഞാൻ സിനിമ വിട്ടിട്ട് വേണമെങ്കിൽ ഒന്ന് സംസാരിക്കാം. ചോദ്യത്തിന് ഞാൻ അങ്ങനെ സ്കിപ്പ് ചെയ്ത് പോകുന്നത് ശരിയല്ല എന്നുള്ളൊരു തോന്നലുള്ളതുകൊണ്ട് പറയാം. കാര്യം അവിടെ ഈ പറഞ്ഞ പോലെ വീഡിയോ ചിത്രീകരിച്ചു എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ഒരു വീഡിയോ അല്ല ചിത്രീകരിച്ചു സത്യം തന്നെയാണ്. ഞാൻ അന്നേ പറഞ്ഞാണ് ഞാൻ ചിത്രീകരിച്ചിട്ടുണ്ട്. നമ്മൾ അങ്ങനത്തെ ഒരു സ്ഥലത്തല്ലല്ലോ. ഓക്കെ, അത് എന്തായിരുന്നു എന്നുള്ള വിഷയമാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. ചിത്രീകരിച്ച വീഡിയോ എന്താണെന്നുള്ളത് അതാണ് അവിടുത്തെ വിഷയം. കാര്യം നമ്മൾ അത് അവർക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഏറ്റവും ഒരു ഫണ്ടിൻ്റെ കാര്യത്തിലും മറ്റുള്ള കാര്യത്തിൽ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള ഒരു അസോസിയേഷനാണ് അല്ലേ? അപ്പം തന്നെ അതിൻ്റെ ആ ഒരു ഫണ്ടിനെ കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ ആ രീതിയിലുള്ള ആൾക്കാർക്ക്, ബോധമുള്ള ആൾക്കാർക്ക്, സിനിമാ നടന്മാർക്കൊക്കെ ആർക്കാണ് ഈ സാമ്പത്തിക ശാസ്ത്രവും മറ്റ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഏത് നടനാണ് ബോധ്യമുള്ളത്? നിയമവശങ്ങളെക്കുറിച്ച്. അപ്പം അതിനകത്തെ ചില നിയമവശങ്ങൾ എൻ്റെ ചോദ്യങ്ങൾ ഒരിച്ചിരി എന്താ പറയുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നിയമവശങ്ങൾ സാമ്പത്തിക ഒന്നിൽ കൂടുതൽ തവണ അല്ല അത് അവസാനം വന്ന് നിൽക്കുന്നത് ഈ പറയുന്ന അതിലെ നിയമവിദഗ്ധരുടെ എഗൻസ്റ്റ് ആണ്. മനസ്സിലാക്കണം, സിനിമാ താരങ്ങൾക്ക് എഗൻസ്റ്റ് അല്ല, നിയമവിദഗ്ധരുടെ അല്ലെങ്കിൽ നിയമ ഉപദേശകരുടെ ആ സംഘടനയ്ക്ക് നിയമം ഉപദേശിക്കുന്ന ആൾക്കാരെ വിരൽ ചൂണ്ടുന്നതാണ്. അപ്പോൾ അവർക്ക് അതിനെ ഖണ്ഡിക്കാനായിട്ട് പല 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 കാര്യങ്ങളുണ്ട്. കാര്യം അവർ സുപ്രീം കോടതിയിൽ പോലും പോയി നിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്ന ആൾക്കാരാണ്. അവർക്ക് മുമ്പ് ഷമ്മി തിലകൻ വെറും പുഴുവാണ്. അതുകൊണ്ടാണ് ഒന്നിൽ കൂടുതൽ തവണ വിശദീകരണം ചോദിച്ചിട്ടും നൽകാൻ തയ്യാറാവാഞ്ഞതാണോ? അതിന്റെ ആവശ്യമില്ല എന്ന് തോന്നിയോണ്ടാണോ ശരിക്കും? ഞാൻ എന്താണ് വിശദീകരണം കൊടുത്തിട്ടില്ലെന്ന് ആര് പറഞ്ഞു?
അപ്പോൾ ആ വാർത്തകൾ ശരിക്കും തെറ്റാണ്. പിന്നെ തെറ്റാണ്. ഞാൻ കൃത്യമായ വിശദീകരണം വേർഡ് ടു വേർഡ്, നമ്മളൊരു എന്താ പറയുന്നത്, പാരാ ബൈ പാരാ എന്നാണ് എല്ലാവരും പറയുന്നത്. ഞാൻ വേർഡ് ബൈ വേർഡാണ് കൊടുത്തിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള ആധികാരികമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അത് അച്ഛനും അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഈ പലപ്പോഴും ഈ വില്ലൻ വേഷങ്ങൾ സ്വീകാര്യതയ്ക്ക് പറയുമ്പോൾ തന്നെ അത്രത്തോളം നെഞ്ചിലേറ്റൊരു വേഷമാണ് ഊക്കൻ ടിൻഡു എന്നുള്ളത്, നേരത്തെ അൽഫോൺസ് പുത്രൻ്റെ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് ബിൽഡപ്പിൽ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുമ്പോൾ ഭയപ്പെടുത്തുന്ന വേഷങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഭയങ്കരമായിട്ട് ഒരു പക്ഷേ നമ്മുടെ ഒരു ക്യാരക്ടർ ആർക്ക് തന്നെ ഭയങ്കര ഒരു യുണീക്ക് പരിപാടിയാണ്. അപ്പോൾ അട്രാക്ട് ചെയ്യപ്പെട്ടത് ആ പേരാണോ അതോ അൽഫോൺസ് പുത്രൻ പേരാണ്? പുത്രൻ നേരത്തിലേക്ക് എന്നെ വിളിക്കാനായിട്ട് ആ വരുന്ന സമയത്ത് പുത്രനൊന്നുമല്ല, എന്താ ഒരു ചെറിയ ഒരു ടെലിഫിലിമോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്. അപ്പം എനിക്ക് അവനെ അറിയത്ത് പോലുമില്ല, ഞാൻ കേട്ടിട്ട് പോലുമില്ല. പിന്നെ ഫോൺ നമ്പറൊക്കെ തപ്പി എന്നെ വിളിച്ചിട്ട്, ചേട്ടാ ഞാൻ അൽഫോൺസ് പുത്രനോട് പറഞ്ഞോനെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ഇതായിട്ട് തുടങ്ങി. എന്നോട് തോന്നി, ചേട്ടാ ഞാനൊരു ചെറിയൊരു സിനിമ ചെയ്യാൻ പോവുകയാണ്, കാര്യങ്ങളെല്ലാം അതിൻ്റെ ഇതൊക്കെ പറഞ്ഞതിന് ശേഷം ഞാൻ നേരിട്ട് വരാം. അപ്പം ഞാൻ കൊല്ലത്താണ് താമസിക്കുന്നത്, അപ്പം കൊല്ലത്തേക്ക് വരാം. അവർ നീ കൊല്ലത്തേക്ക് വരണമെങ്കിൽ ഇവിടെ നിന്ന് മിനിമം ഒരു 3-3.5 മണിക്കൂർ എടുക്കില്ലേ? എന്തിൻ്റെ കാര്യത്തിനാണ്? എനിക്ക് താല്പര്യമില്ല, പോലീസ് വേഷമാണെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ താല്പര്യമില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. പ്രായം നോക്കണ്ടേ, ഇതൊരു SI ആണ്. എനിക്ക് ആ സമയത്ത് 48 വയസ്സോളം ഉണ്ട് ഇല്ലേ, വെച്ച് നോക്കിയാൽ 45 മേലെ എന്തായാലും ഉണ്ട്. അപ്പോൾ ഒരു 25-ാമത്തെ വയസ്സിലല്ലേ ഒരു പോലീസ് ഒരു SI എന്ന് ഒരു ചെറുപ്പക്കാർ ഇപ്പം നന്നായിട്ട് കൃത്യമായിട്ട് പഠിച്ച് കാര്യങ്ങൾ ഡിഗ്രിയൊക്കെ എടുത്ത് വരികയാണെങ്കിൽ ഒരു 25 വയസ്സാകുമ്പോഴാണ് അവൻ SI ആകുന്നത്. ഒരു 30 വയസ്സാകുമ്പോൾ ഒരു സർക്കിളായിരിക്കും. ഒരു 35 വയസ്സാകുമ്പോഴേ DYSP ആകും. 45 വയസ്സാകുന്ന എനിക്ക് അറ്റ്ലീസ്റ്റ് ഒരു എന്താണ് IPS റേഞ്ചിലുള്ള ആ രീതിയിലുള്ള ക്യാരക്ടറിലേ എനിക്ക് പറ്റുള്ളൂ. ഞാൻ പറഞ്ഞത് പിള്ളേരെ ആരെങ്കിലും വിളിച്ച് ചെയ്യിക്കാൻ എനിക്കത് പറ്റത്തില്ല. കാര്യം എനിക്ക് മടുത്ത്. നിന്റെ കള്ളന്റെ വേഷം വല്ലതും ഉണ്ടോ എന്നൊക്കെ ഞാൻ ചോദിച്ചു. പിന്നെ അതാണ് ഞാൻ അടുത്ത് പോലീസാന്ന് പറയുന്നത്, നിന്റെ കള്ളന്റെ വേഷം ഒന്നും ഇല്ലേടേ എന്ന് ഞാൻ ചോദിച്ചു. അല്ലേ ചേട്ടാ, ഇത് പോലീസ് ചേട്ടൻ തന്നെ ചെയ്യണം. അങ്ങനെ ശരി എന്താണ് വരാന്ന് പറഞ്ഞ് നേരിട്ട് വരാം. നമ്മൾ നേരിട്ടൊന്നും പറഞ്ഞില്ല, ഈ ഫോണിൽ കൂടെ പറ. കാര്യം നേരിട്ട് വന്നു കഴിഞ്ഞാൽ ഇവന്റെ ഈ ചിലപ്പോൾ ഈ വീണ് പോവോ, പോലീസ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ കാര്യം ക്യാരക്ടർ നല്ലതായതുകൊണ്ടല്ല, ചിലപ്പോൾ ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ ചേട്ടാ 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 എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതിനകത്ത് ആ ഒരു സൂചിപ്പിക്കൽ ചിലപ്പോൾ വീണു പോകും. കാര്യം എനിക്ക് എൻ്റെ ബലഹീനത നന്നായിട്ട് അറിയാം, ഞാൻ അങ്ങനെ കുറെ വീണിട്ടുണ്ട് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ പോലീസ് വയ്യാന്നുള്ള രീതി. പക്ഷെ ഇത്രയും നല്ല കൊമേഡിയൻ ആണെന്ന് പറയുമ്പോഴും ആ വേഷത്തെ ഷെമിച്ചേട്ടൻ കണ്ടുള്ള രീതി അങ്ങനെയായിരുന്നു. ഞാൻ കോമഡി ഒന്നും ചെയ്തിട്ടില്ല, പേര് തന്നെയാണ് അതിലേക്ക് വളരെ സിമ്പിൾ ആയിട്ട്. അപ്പൊ ഇവനെ ഞാൻ അങ്ങ് നേരിട്ട് വരാം. അവർ വേണ്ട ഫോണിൽ കൂടെ പറയുന്നത്, ഫോണിൽ അത് പറഞ്ഞാലേ ഇതിനകത്ത് അതിന്റെ ഇത് വ്യക്തമുള്ളൂ. ഈ ഫോണിൽ കൂടെ ഞാൻ പറഞ്ഞ പെട്ടെന്ന് നീ സിനിമയും ഒന്ന് ഓടിച്ച് പറ, എൻ്റെ ക്യാരക്ടർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. ആ സിനിമ ഓടിച്ചിങ്ങനെ ഞാൻ പറഞ്ഞ സ്ക്രിപ്റ്റ് അങ്ങ് മാറ്റി വെക്കണം. നിന്റെ വിഷൻ, നിന്റെ ഉള്ളിലുള്ള കാര്യമാണ് പറയേണ്ടത്. നീ അത് കണ്ണടച്ചിരുന്നങ്ങ് പറയുക, ഞാൻ കണ്ണടച്ച് വിട്ടിരുന്ന് കേൾക്കാം. കൃത്യമായിട്ട് നല്ല ഒരു കേൾവിക്കാരനായിട്ടിരുന്ന് ഇവനിങ്ങനെ. അപ്പം ഞാനിങ്ങനെ മനസ്സിലാഗ്രഹിക്കുന്നത് ഇവൻ പറയുന്ന കാര്യങ്ങളിൽ എൻ്റെ ചിന്ത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതെങ്ങനെ വേണ്ടെന്ന് വെക്കാം, അവനെ ആ സിനിമ എങ്ങനെ ചെയ്യാതിരിക്കാം, അതിന് എന്തെങ്കിലും ലൂപ്പോൾ തപ്പി അടിയുമ്പോൾ പറയണ കേൾക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവനെ ചേട്ടാ ഇങ്ങനെ ഞാൻ ഒരു പോലീസ് ക്യാരക്ടറാണ്, ചേട്ടൻ മറ്റേ ഇന്നടത്തെ ഒരു ചെന്നൈയിൽ നടക്കുന്ന സംഭവമാണ്, ചെന്നൈയിലെ അവിടുത്തെ ഇന്ന സ്റ്റേഷനിലെ ഒരു പോലീസ് ഓഫീസറാണ്. ഞാനിങ്ങനെ ഡബ് ചെയ്യുന്നുണ്ട്. രാമപുരത്തെ SI ആയിട്ടാണ് ഞാൻ ആദ്യം ചെങ്കോലി വന്നത്. പുല്ല് പറ ഇങ്ങനെ നേരിട്ട് പറയില്ല. അപ്പൊ അതിനകത്ത് നായികയുടെ അച്ഛൻ ചേട്ടനെ കാണാനായിട്ട്, നായിക മിസ്സിംഗ് ആണ്. നായികയുടെ അച്ഛൻ ലാലു പ്രസാദ് ചേട്ടനെ കാണാനായിട്ട് വരികയാണ്. അതിനകത്ത് എൻ്റെ അച്ഛൻ തന്നെയാണ് വരുന്നത്, മറ്റേ അച്ഛൻ തന്നെയാണല്ലോ എന്നെ കാണാനായിട്ട് സ്റ്റേഷൻ വരുന്നത്. അങ്ങനെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ചേട്ടാ ഇങ്ങനെ സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. മറ്റേ ആൾ പറഞ്ഞു, ചേട്ടൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ഊക്കൻ ടിൻഡു എന്നാണ്. ഞാൻ പറഞ്ഞു എന്തോന്ന്, അതുവരെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, എന്തോന്ന് എന്ന് ചോദിച്ചു. ഊക്കൻ ടിൻഡു ഈ പോടായിരുന്നു. സുരാജ് വെഞ്ഞാറമൂട് അന്നേരം ഒരു ഹീറോ ഒന്നും ആയിട്ടില്ല. അയാൾ ഈ സ്ലാപ്സ്റ്റിക് കോമഡി അങ്ങനെയൊക്കെ ഉള്ള ഭയങ്കര, അതിനകത്ത് ഒരു പേര് തന്നെ ഉണ്ടല്ലോ, എന്താണ് ദശമൂലം ദാമോ അങ്ങനെയൊക്കെ ഉള്ള പേരുകൾ ആയിട്ട് അവൻ നല്ല സ്റ്റൈലായിട്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ദശമൂലം ദാമോ ഒക്കെ. അപ്പൊ അതൊക്കെ ഇങ്ങനെ ആയിക്കൊണ്ട് നിൽക്കുന്ന സമയമാണ്. അപ്പൊ നീ ആ സുരാജിനെ എങ്ങനെ വിളിച്ചു, അവൻ നല്ല കറക്റ്റ് ആയിരിക്കും, അവൻ ആ പേര് ഈ ദശമൂലം ദാമോ എന്നുള്ള പേരൊക്കെ ഉള്ളതുകൊണ്ട് ഊക്കൻ ടിൻഡു അവന് ചേരും, അവനെ വിളിച്ച് ചെയ്യുന്നു. അവന് ചേട്ടാ ശരിയാണ്,
എന്താണ് സുരാജ് ചേട്ടനത് ചേരും, ആ പേര് ചേരും. പക്ഷെ എനിക്കതല്ല ആവശ്യം, ചേട്ടൻ ആ പേര് ചേരില്ല എന്നുള്ളതാണ് എനിക്ക് ആവശ്യം. അപ്പൊ ഞാൻ ഒന്ന് ആലോചിച്ച്, അതൊരു സ്പാർക്കാണ്. അപ്പൊ അങ്ങനെയാണ് ആ ക്യാരക്ടറിലേക്ക് ഞാൻ വന്നത്. അല്ലാണ്ട് ആ ക്യാരക്ടറിന്റെ ഒരു ഭയങ്കര സംഭവമൊന്നും അല്ല ഇതിനകത്ത്. അതിനകത്ത് ആ ക്യാരക്ടർ അല്ലാതെ ചിന്തിച്ച ഒന്നുമല്ല. ശരിയാണ്. പിന്നെയാണ് ഞാൻ ചിന്തിച്ചത് അത് ഹ്യൂമർ ആ രീതിയിൽ അത് ചെയ്തു കഴിഞ്ഞാൽ ആ ക്യാരക്ടർ വർക്കാവില്ല. ഇല്ലേ? അല്ല, ആ പേര് നിർത്തിക്കൊണ്ട് നമ്മൾ സീരിയസ് ആയിട്ട് ചെയ്യുമ്പോഴാണ് ശരി സാറിന്റെ പേരെന്താ ഊക്കന്നിട്ട് അത് പറയാൻ അതൊരു വല്ലാത്തൊരവസ്ഥയാണ്. കാര്യം എനിക്ക് അങ്ങനെ ഒരു സംഭവം എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഈ പേരിന്റെ പ്രശ്നം. നാടകത്തിൽ ഞാൻ പറഞ്ഞില്ലേ, അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ഞാൻ കുറെ അധികം നാടകങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫസഖ് എന്ന് പറഞ്ഞൊരു നാടകമുണ്ട്, ജോസ് പല്ലിശ്ശേരി അവരുടെ ട്രൂപ്പ്, മറ്റേ ഇവന്റെ അച്ഛൻ. അതെ. അപ്പോൾ ആ സമയത്ത് ലിജോ ഇച്ചിരേ ഉള്ളൂ, ഇച്ചിരി പയ്യനാണ്. അപ്പൊ അത് ഞാനാണ് അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് മേജർ പോർഷൻ ഡയറക്ഷൻ ഞാനാണ്. അച്ഛൻ ആർട്ടിസ്റ്റിന്റെ കാര്യങ്ങൾ, സ്ക്രിപ്റ്റും കാര്യങ്ങളും മാത്രമേ വെച്ച് നോക്കിയിട്ടുള്ളൂ. ഞാൻ കൊച്ചു പയ്യനാണ്, മീശയൊക്കെ കിളുത്ത് വരുന്നേ ഉള്ളൂ എന്ന് ഓർക്കണം. അപ്പൊ ഇച്ചിരി പയ്യനായത് കൊണ്ട് തന്നെ ആ പ്രായവും അതാണല്ലോ, ഇപ്പോഴത്തെ അത്ര മെച്യൂരിറ്റി ഒന്നും ആയിട്ടില്ല എന്ന് ഓർക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് അവരുടെ റിഹേഴ്സൽ ക്യാമ്പിലോ അല്ലെങ്കിൽ വണ്ടിയിലൊക്കെ കയറുമ്പോൾ ഒരു ഇച്ചിരി ബലം പിടുത്തുണ്ടാവും. ഡയറക്ടറല്ലേ, മനസ്സിലായില്ലേ? അല്ല, എന്നാലേ പറ്റുള്ളൂ. നമ്മൾ കുറച്ച് അങ്ങനെ നിന്നാലേ ആ രീതിയിൽ, അല്ലാതെ നോക്കുമ്പോ മോനേടാ എന്ന് പറഞ്ഞ് തട്ടുന്ന ഒരവസ്ഥ വരാൻ പാടില്ല. അപ്പൊ അതിനൊരു ഇച്ചിരി ബലം പിടുത്തവും ഈ ഒരു ബലം പിടുത്തവും അത് ചെയ്യാറുണ്ട്. കാര്യം അതൊരു എന്താ പറയുന്ന ഒരു അങ്ങനെ ഒരു മേക്ക് ബിലീഫ് എന്താണ് അതിന് പറയുന്നത്, അങ്ങനെ പറയുന്ന പോലെ സംഭവമാണ്. അങ്ങനെ ചെയ്ത് ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ കൈനഗിരി എന്ന് പറഞ്ഞ സ്ഥലമില്ലേ, അവിടെ നാടകം കളിക്കുന്ന ഇപ്പൊ ഈ പാലം ഒന്നുമില്ല, ഈ ബോട്ടിലാണ് നാടകത്തിന്റെ ഞങ്ങൾ ഈ സെറ്റും കാര്യങ്ങളുമായിട്ട് പോവുകയാണ്. അവിടെയാണ് ഞാൻ അവിടെ പോവുകയാണ് ഇതിന്റെ പുറകെ. അപ്പൊ അതിന് ഞാൻ വള്ളത്തിന്റെ ഫ്രണ്ടിൽ മറ്റേ അമരത്ത് ഇങ്ങനെ വലിയ സ്റ്റൈലിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ കംപ്ലീറ്റ് ആർട്ടിസ്റ്റുകൾ പെണ്ണുങ്ങളടക്കം എന്നുള്ള രീതിയിൽ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് അങ്ങനെ ഇരിക്കുകയാണ്, വലിയ ജാടയിലൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ആ ഒരു പിക്ചർ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ അത് കഴിയുമ്പോൾ അവിടുന്ന് നമ്മൾ ഈ നാടകമൊക്കെ നടത്തുമ്പോൾ അതിന്റെ അനൗൺസ്മെന്റ് വരുമല്ലോ, ഈ ജീപ്പിലൊക്കെ ഇങ്ങനെ അവിടെ അത് വള്ളത്തേലാണ് അനൗൺസ്മെന്റ് വരുന്നത്. ഒരു വള്ളത്തേൽ ഇങ്ങനെ ഒരു 2 ബൈക്ക് ഇങ്ങനെ കെട്ടി, ഹോൺ ഇങ്ങനെ കെട്ടി വെച്ചിട്ട് അവിടുന്ന് അങ്ങനെ അനൗൺസ് ചെയ്യും. മറ്റേ ചാലക്കുടി സാരഥി തിയേറ്റേഴ്സിന്റെ മറ്റേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനൗൺസ് ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് ഒരു വാചകം കയറി വന്ന് എന്താണ് ഈ ലോകത്ത് എന്താണ് ചരിത്രത്തിലാദ്യമായി ഒരു വനിത സഹസംവിധാനം ചെയ്യുന്ന നാടകം, തിലകന്റെ മകൾ ഷമ്മി തിലകൻ സഹസംവിധാനം നിർവഹിച്ചിരിക്കുന്ന ചാലക്കുടി സാരഥിയുടെ ഫസഖ് നിങ്ങളുടെ മുമ്പിൽ അങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ അതുവരെ പിടിച്ചിരുന്ന സംഭവം. തിലകന്റെ മകൾ ഷമ്മി തിലകൻ എന്ന് പറഞ്ഞപ്പോ എന്റെ ആ മൂച്ചുപിടുത്തം എല്ലാം അങ്ങ് പോയി. നമ്മളങ്ങ് ഒന്നും അല്ലാതാകുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ ഇവിടെ ഈ ആർട്ടിസ്റ്റുകളൊക്കെ എന്റെ ഈ ബലംപിടുത്തത്തിൽ ഒരു ഇച്ചിരി ഇതുണ്ട്. പിന്നെ ഈ വർക്കിലുള്ള ഇതിനകത്തുള്ളത് കൊണ്ട് അവരെ മിണ്ടാതൊക്കെ എനിക്ക് സഹിച്ചിരിക്കുകയാണ്. ഈവൻ ജോസേട്ടൻ അപ്പോഴത്തേക്ക് ഇങ്ങനെ അങ്ങ് വെച്ച് ജോസ് പല്ലിശ്ശേരി അപ്പോഴത്തേക്ക് പിന്നെ ഒന്നുമല്ലാതായി പോകുന്നില്ല. അത് എന്റെ ഒരു ജീവിതത്തിൽ ഒരു ഭയങ്കര പ്രശ്നമാണ്. പേരിലങ്ങ് അവര് ഈ പറഞ്ഞ പോലെ അന്ന് എനിക്ക് എന്റെ പേരിനോട് ഭയങ്കര ദേഷ്യം തോന്നിയ ഒരു ദിവസം. അതായത് സിനിമയിൽ ഊക്കണ്ടിന്റെ പേര് പറയാൻ പഠിച്ച പോലെ ജീവിതത്തിൽ ഷമിതലയും പേര് പറയാൻ പഠിച്ചിട്ടുണ്ട്. എന്റെ സ്കൂളിൽ തന്നെ ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അമ്പലമോളിൽ സ്കൂളിൽ ഞാൻ പഠിച്ചത്, കുഴിക്കാട് സ്കൂളിൽ. അവിടെ ഒരു 2 ഷമ്മി ഉണ്ടായിരുന്നു. അതൊരു ഷമി എന്നായിരുന്നു, ഒരു പെൺകുട്ടിയുടെ പേരാ. അപ്പൊ ഈ അറ്റൻഡൻസ് നമ്മളെ ഇത് വിളിക്കും, സാറ് വന്നിട്ട് മറ്റേ പ്രസന്റ് സാറില്ലേ, അപ്പോ ഈ പെണ്ണിന്റെ പേര് വിളിക്കുമ്പോൾ ഞാൻ 100% പറയും, മറ്റത് അങ്ങനെയൊക്കെ പറയും. അങ്ങനെ അതൊക്കെ ആ സമയത്ത് എന്റെ അച്ഛനോട് എനിക്ക് ഭയങ്കര ദേഷ്യമാണ്. പക്ഷെ ഇപ്പൊ എനിക്ക് എന്റെ പേരില് വളരെ അഭിമാനം. ഈ പേരില് ക്ലാസ്സിൽ സെയിം പേരുണ്ടായെന്ന് പറഞ്ഞ പോലെ തന്നെ വിലായത് ബുദ്ധയിൽ മകനായിട്ട് അഭിനയിച്ച അനുമോഹൻ. അപ്പോ അനുമോഹനും ഇതുപോലെ പറഞ്ഞിട്ട് ക്ലാസ്സിലെ ഒരു അനുമോഹൻ ഇതുണ്ടായിരുന്നു, പെൺകുട്ടി ഉണ്ടായിരുന്നു എന്നുള്ള സ്ഥലം. അപ്പൊ ഇതേ ഈ പേര് എന്റെ വീടിന്റെ ഈ തിരുവാങ്കുളത്ത് ഞങ്ങളൊരു വീടുണ്ട്. അവിടെ ഞങ്ങളുടെ അയൽവക്കത്ത് വീട്ടില് വാടകയ്ക്ക് താമസിക്കാനായിട്ട് കുറെ നാളെ ഒരു 3-4 വർഷം ഒരു ഫാമിലി താമസിച്ചു. അവിടെ 2 ഷമ്മി ട്വിൻസ് ആണ്, ഷമ്മി ഉണ്ടായിരുന്നു. അവരുടെ അമ്മ അവിടുന്ന് ഷമ്മി ഒരു വിളിയുണ്ട്. അപ്പൊ എന്റെ അമ്മയോ അങ്ങനെ തന്നെയാ വിളിക്കുന്നത്. ഇപ്പുറത്തിരിക്കുമ്പോൾ ഞാൻ ഓടി എന്താ പുല്ല്, ഇത് ഭയങ്കര പ്രശ്നമാണ്, ക്ലാഷ് വരും. ഈ പലപ്പോഴും നമുക്ക് ഈ സ്വീകാര്യത കിട്ടുന്ന ശബ്ദങ്ങൾ, ഇപ്പൊ പ്രത്യേകിച്ച് അല്ലു അർജുന്റെ ശബ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ജോയുടെയാണ്, കേൾക്കുമ്പോൾ കണക്ട് ചെയ്യാൻ അങ്ങോട്ടാണ്. ഈ സാമതിയുള്ള അല്ലെങ്കിൽ സ്വീകാര്യതയുള്ള ശബ്ദങ്ങൾ വരുമ്പോൾ തുടരെ ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വരും, ഒരു ഡിമാൻഡ് വരും.
അത്തരത്തിൽ ഏറ്റവും കൂടുതൽ ചെയ്യിപ്പിക്കാൻ ഒരു ഡിമാൻഡ് വന്നിട്ടുള്ള, അല്ലെങ്കിൽ ഷംഷീർ ചെയ്താൽ മതിയെ എന്നുള്ള ഒരു ഡിമാൻഡ് വന്നിട്ടുള്ള ഒരു ആക്ടർ ആരായിരിക്കും? അന്യഭാഷ ആയിക്കോട്ടെ. അല്ല, ഞാനങ്ങനെ ഇതിൽ വലിയ തൽപരനല്ല. അല്ല, ഞാൻ ഡബിങ്ങിന് ഈ ഞാൻ ചെയ്തിട്ടുള്ള ഒരുമിക്ക സിനിമകളും ഈ പറഞ്ഞ പോലെ ഒന്നുകിൽ കുറച്ച് നമ്മൾ റെസ്പെക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ ഉള്ള ഒഴിച്ചുകൂടാൻ പറ്റാത്ത ചില ആൾക്കാരുടെ നിർബന്ധം കൊണ്ട് ചെയ്തിട്ടുള്ളതാണ്. ആണ് ഈ താഴ്വാരമടക്കം, ലാസ്റ്റ് ഒടിയനടക്കം ആണ് അങ്ങനെ ചെയ്തു വെച്ചിട്ടുള്ള. രണ്ടും മോഹൻലാൽ പറഞ്ഞിട്ട് ചെയ്തത് ആണ്, അല്ല ഞാൻ ചെയ്യില്ല. ഇല്ല, ശരിക്കും അവിടെ ഇപ്പൊ ഒടിയൻ സിനിമ, ആ കഥാപാത്രം നമുക്കറിയാമല്ലോ, അതെന്നെ വിളിച്ചെന്താ കുഴപ്പം? അതിന്റെ ശബ്ദം കൊള്ളാം. നമ്മൾ ഈ പറയത്തില്ലേ, ഇപ്പൊ എവിടെയാ വീട് അനിയന്റെ? തൃശ്ശൂർ മറ്റേ റൗണ്ടിന്റെ അവിടെ നിങ്ങൾ ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക. ഞാൻ കൊല്ലത്താ എൻ്റെ വീട്. ഞാൻ അവിടുന്ന് എൻ്റെ വീട്ടിൽ നിന്ന് അവിടുന്ന് ഒരു ഓട്ടോറിക്ഷ എടുത്ത് റൗണ്ടിന്റെ അവിടെ കൊണ്ട് നിങ്ങൾ സമ്മതിക്കുമോ? ഞാൻ പോയി കൊല്ലത്ത് പോയി ഓടിയിടാ എന്ന് പറയത്തില്ല. ഞാൻ അങ്ങനെ പറഞ്ഞല്ല, ഞാൻ ഈ കടയിൽ തുറന്ന് വെച്ചോണ്ടിരിക്കണ എന്തിനാണ്? അപ്പൊ എന്റെ ശബ്ദം വെച്ചിട്ട് അത് ചെയ്യാൻ കൊള്ളാം. അത് ഞാൻ സ്റ്റേറ്റ് അവാർഡും മേടിച്ചതാണെന്ന് ഓർക്കുക. അപ്പോൾ അത് എന്നെ കൊണ്ട് ചെയ്യിച്ചായിരുന്നെങ്കിൽ എന്തായിരുന്നു കുഴപ്പം? ഈ പലപ്പോഴും തൻ്റെ നിലനിൽപ്പിനെ പോലും ചിന്തിക്കാതെ കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ഒരു ആർജവം ഉണ്ടായിരുന്നു. തെലങ്കൻ സാർ ഉൾപ്പെടെ ഷംഷീർ വരെ എത്തി നിൽക്കുന്നു എന്നുള്ളത്. പക്ഷെ അതിന് പറയുന്നൊരു മറുചോദ്യം കൂടെ ചേർക്കുന്നുണ്ട്. ഈ പറയുന്നവർക്കൊന്നും അറിയില്ലല്ലോ, പണ്ട് ജവഹർലാൽ നെഹ്റുവിനെ മുമ്പിൽ തൻ്റെ കാര്യം അവതരിപ്പിക്കാൻ പട്ടാളത്തിന് മുമ്പിൽ അവതരിപ്പിച്ചൊരു തിലകൻ ഉണ്ടായിരുന്നു, ഒരു മിലിറ്ററിക്കാരൻ ഉണ്ടായിരുന്നു എന്നുള്ള സാധനം. അപ്പം അതിലെ ശരിക്കും വസ്തു എന്താണ്? ഒരു കാലം മുറിച്ച് കളയാൻ എന്ത് ശരിക്കും അത് ഉണ്ടായ സംഭവം? അത് ഞാൻ ജനിക്കുന്നതിന് മുമ്പുള്ള കാര്യമാണ്. ആണ്ട് 65-ലോ 64-ലോ ആ സമയത്ത് തൊട്ടാണ്. അത് എന്താണ്, ലഡാക്കിൽ പുള്ളി ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ബൂട്ട് ഇങ്ങനെ 24 മണിക്കൂറും കാലിൽ അങ്ങനത്തെ ഇരിക്കുക. അപ്പൊ അത് ഈ സ്നോയിൽ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താ ഈ ഷൂ ബൈറ്റോ അങ്ങനെ എന്തോ ചിലപ്പോൾ അതുണ്ടായിട്ട് അവിടെ ഒരു ഭയങ്കര വ്രണം പോലെ ആയത്. അപ്പൊ അത് അന്നത്തെ കാലത്ത് ആർമിയിലുള്ള ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ ഉള്ള ഇഞ്ചുറി കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്തെങ്കിലും വൂണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ കാലം മുറിച്ച് കളയുക എന്നുള്ള ഒരു ഇതേ ഉള്ളൂ. അല്ലാണ്ട് അത് ട്രീറ്റ് ചെയ്ത് ഒരു അങ്ങനെ ഓരോ ഹോസ്പിറ്റൽ അങ്ങനെ അത് പറ്റത്തില്ല, മനസ്സിലല്ലേ? ഇത് അച്ഛന്റെ കാര്യത്തിൽ അങ്ങനെ ഉണ്ടായതിനു ശേഷം ആ നിയമം മാറ്റി. അതെ, അതാണ് അതിനകത്തെ. അതെ, പ്രൈം മിനിസ്റ്ററോടൊന്നും അങ്ങനെയൊന്നും സംസാരിക്കാനായിട്ട് ഒരു നിയമം അനുവദിക്കുന്നില്ല, പറ്റത്തില്ല. അവിടെ അച്ഛൻ അത് ബ്രേക്ക് ചെയ്തു എന്നുള്ളത് മാത്രമേ അച്ഛൻ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് വളരെ ആൾക്കാർക്ക് നേട്ടമുണ്ടായി. അതൊരു ചരിത്രമായി. കാരണം അതിന്റെ ഗുണം നമ്മൾ പറഞ്ഞ തൈ നട്ടവർക്കല്ല ഗുണം, ഉണ്ടാവുന്നത് അടുത്ത വരുന്ന തലമുറയ്ക്കാവെന്ന് പറഞ്ഞ പോലെ അതിന്റെ ഗുണം വരും തലമുറയ്ക്ക് ഉണ്ടായി എന്നുള്ളത്. അച്ഛൻ അവിടെ ആ ഒരു ഇതില് അവിടെ ഒബീഡിയന്റ് ആയിട്ട് നിന്നിരുന്നെങ്കിൽ ഒരു പക്ഷെ ഇപ്പോഴും അങ്ങനെ തന്നെ ചിലപ്പോൾ പോകുമായിരുന്നു. അല്ല, പറയാൻ പറ്റില്ല, മറ്റൊരാൾ വന്നില്ലെങ്കിൽ പോകുന്നുള്ളത് അതിനൊരു കാരണഭൂതനായി എന്നുള്ളതാണ് ഒരു ഹൈലൈറ്റ്. യെസ്, ശരിക്കും ആ ഒരു തുറന്നു പറച്ചിന്റെ അറിഞ്ഞം തന്നെയാണോ നിങ്ങൾക്കും തുടർന്ന് കിട്ടിയത്, മക്കൾക്കും അല്ലെങ്കിൽ പേരക്കുട്ടികൾക്കും? നമ്മള് ഇപ്പൊ അങ്ങ് തന്നെ അങ്ങയുടെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ, നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ അങ്ങനെ ഒരു എന്താണ് ഒരു ഹീറോ ഉണ്ടാവുമല്ലോ. ചിലപ്പോ അമ്മാവനായിരിക്കാം, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. കാരണം നമുക്ക് തോന്നും ഇദ്ദേഹത്തിന്റെ ഒരു രീതി നമുക്ക് ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ ഇത്രയുള്ളപ്പോ മുതലേ നമ്മളെന്താ ഓർമ്മ വെക്കുക. അതായത് ഏകദേശം ഈ പ്രായമൊക്കെ ആകുമ്പോഴല്ലേ ഒരു ഓർമ്മ വെപ്പ് വരുന്നത്. മറ്റേ ആ സമയത്ത് അച്ഛൻ എന്നൊക്കെ പറയുന്നുള്ളതല്ലേ. അത് കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ ഒബ്സർവ് ചെയ്ത് തുടങ്ങുന്നത്. ഇവിടെ ഇങ്ങനെ കണ്ണിങ്ങനെ നടക്കുകയല്ലേ കുട്ടികളിൽ. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ എനിക്കൊരു ഹീറോ പരിവേഷം തോന്നിയിട്ടുള്ള വ്യക്തി തന്നെയാണ് എൻ്റെ അച്ഛനാണ്. വാക്ക് കടമെടുത്ത് പറഞ്ഞോട്ടെ, ഏറ്റവും ഉയർന്ന നിലവാരമുള്ള അസാധ്യ ഗുണങ്ങളുള്ള ഒന്നാണ് വിലായുധബുദ്ധ എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ഇന്ത്യൻ സിനിമയുടെ വിലായുധബുദ്ധ മലയാള സിനിമയാണോ? തീർച്ചയായിട്ടും അത് ഞാൻ സമ്മതിക്കുന്നു. കാര്യം അത് എൻ്റെ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ യുവതലമുറയിലാണ്. നമ്മൾ അങ്ങനെയുള്ള ഒത്തിരി ടാലൻറ്റഡ് ആണ് ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ്. ഞാനത് നേരത്തിലാണ് എനിക്ക് അന്ന് മുതലാണ് എനിക്ക് ആ ഒരു തോന്നലുണ്ടായത്. കാരണം അവനൊക്കെ എന്താണ് ഇങ്ങനെ ഒളിച്ചിരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ദേഷ്യമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ അവൻ്റെ എന്നെ ഒരു വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, ഞാൻ മറ്റേ ഒരു പാട്ടെന്ന് പറഞ്ഞൊരു പടം അവൻ അനൗൺസ് ചെയ്തായിരുന്നു. എൻ്റെ അടുത്ത് അതിനകത്തൊരു ക്യാരക്ടർ ചെയ്യണമെന്ന് പറഞ്ഞ ഒരു അതെനിക്ക് പറഞ്ഞപ്പോൾ ഭയങ്കര ത്രില്ലടിച്ചൊരു പടമാണത്. അതവൻ എന്താണത് ചെയ്യാത്തതെന്ന്. അതിനുവേണ്ടി അവൻ കുറച്ച് മ്യൂസിക്കൊക്കെ പഠിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ എന്താണെന്ന് അറിയില്ല. അത് അവൻ എന്താ ഉപേക്ഷിച്ചോ? ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസം ഞാനത് ചോദിച്ചു. കിട്ടിയ മറുപടി എന്തായിരുന്നു? അല്ല, അവനെയല്ലേ കിട്ടിയത്, അവൻ്റെ ഫാദറിനെയാണ് കിട്ടിയത്. അപ്പൊ ആ രീതിയിൽ ഞാൻ സംസാരിച്ചു. അപ്പോഴത്തേക്ക് ഇങ്ങനെ
അവർ നീ ഒന്ന് പറ എന്ന് പറയും, എന്ത് പറ്റി ഇപ്പോഴത്തെ അങ്ങനെയൊക്കെ ഉള്ളൊരു വിഷമമുണ്ട്. അങ്ങനെയുള്ള ചില ഒത്തിരി ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികൾ നമുക്ക് ഉണ്ട്. അത് അഭിമാനിക്കാവുന്ന കാര്യമാണ്. ഈ തലമുറയിലെ ഇപ്പൊ രാജു തന്നെ നല്ലൊരു അവന്റെ എവിടെ വരെ അവൻ എത്തിപ്പോയി. പക്ഷെ ഇത്രയും ഹൈറ്റിൽ നിൽക്കുമ്പോഴും അല്ലെങ്കിൽ എസ് രാജമൗലി പോലെ അത്രയും ബ്രാൻഡ് വാല്യുള്ള സിനിമയുടെ അത്രയും ഹൈറ്റിൽ നിൽക്കുമ്പോൾ പോലും ഈ ഉയരങ്ങളിലും ഇപ്പോഴും ഇവിടെ പ്രശംസയ്ക്കൊപ്പം അതിനേക്കാൾ ഏറെയായിട്ട് വിമർശനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയെ അത് എങ്ങനെ നോക്കുകയാണ്? എന്താണ് പറയുന്നത്, പരിതാപകരം. നമ്മളെ ആളുകളുടെ അത് എന്താണ് അതിൻ്റെ, എനിക്കത് മനസ്സിലാകുന്നില്ല. നമുക്ക് വിഷമം ഉണ്ടാകുന്നുള്ളൂ. അതിപ്പോൾ എനിക്കിപ്പോൾ അതിനകത്ത് കയറിയിട്ട് അവരത് അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് അവരെ പിന്നെ അതെൻ്റെ നേരെയാകും എന്നുള്ളൊരു പേടി എനിക്കുണ്ട്. അതില്ലെന്ന് പറയാൻ പറ്റുമോ? അപ്പം എന്തായാലും രാജുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏൽക്കുന്നുണ്ട്. പിന്നെ എനിക്കും പല സമയത്തും ഇത് കേൾക്കുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞ വിഷമം തോന്നുന്നത്, എന്തിനാണ് ഈ ആൾക്കാർ ഇങ്ങനെയൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത്? ഒരു കലാകാരൻ അവൻ്റെ സ്വാതന്ത്ര്യമില്ലേ ഒരു കലയെ കൈകാര്യം ചെയ്യാനായിട്ട് ഏത് രീതിയിലാണെങ്കിലും. അപ്പം അതിന് മറ്റൊരു തലം ഒക്കെ കാണേണ്ട ഒരു അവസ്ഥ എന്താണ്? ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ.